ഹലോ ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് മലയാളീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിപൊളി കോളിഫ്ലവർ ഫ്രൈയും അതുപോലെ നല്ല കട്ടൻ ചായയും. അപ്പോൾ ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് കോളിഫ്ലവർ ഒന്ന് വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ച് കൊടുക്കേ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കി എടുക്കേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യം, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം, ഒരു നാരങ്ങയോടെ പിഴിഞ്ഞൊഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കോരിയെടുക്കാം. നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പതിയെ മിക്സ് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും കേട്ടോ. നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാല നല്ലോണം നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നമ്മൾ റെസ്റ്റിന് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മഴയായതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മളൊരു കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാം കൂടെ, നമ്മുടെ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് കഴിക്കാൻ പോകാം കേട്ടോ. ഏകദേശം 1 കിലോയോളം, 1 കിലോ മുകളിലുണ്ടായിരുന്നു വാങ്ങിച്ചപ്പം. വറുത്ത് വന്നപ്പോൾ നമുക്കൊരു പ്ലേറ്റേ വരത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചൂടോട് കഴിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയത്തുള്ളൂ. എന്നാൽ തണുത്ത് പോയി കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല കേട്ടോ. ചൂടോട് തന്നെ കഴിക്കാൻ നോക്കണം. അപ്പോൾ അവിടെ നല്ല മഴയായതുകൊണ്ട് നമ്മൾ നല്ല ചൂടായിട്ട് കട്ടൻ ചായ ഇട്ടിട്ടുണ്ട്. നല്ല ഏലക്കയൊക്കെ ഇട്ട് നല്ല അടിപൊളി കട്ടൻ ചായ കേട്ടോ. അപ്പോൾ കട്ടൻ ചായയും നമ്മുടെ കോളിഫ്ലവർ ഫ്രൈയും കൂടെ നമ്മൾ കഴിച്ചു നോക്കാൻ പോവാം. അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ നമ്മൾ മുക്കിയ കഴിക്കാൻ പോകുന്നത് കേട്ടോ. അടിപൊളി കോളിഫ്ലവർ ഫ്രൈയും അതുപോലെ നല്ല കട്ടൻ ചായയും. അപ്പോൾ നമ്മുടെ കഴിക്കാൻ വേണ്ടി നമ്മുടെ 2 അനിയന്മാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. 1 ഗ്ലാസ് തോമയ്ക്ക് അത് മാറ്റി വെക്കാം. അപ്പം എടുത്തങ്ങോട്ട് കഴിക്കുക. പിടിച്ചോ, മടി പിടിച്ചോ. എന്നാൽ അത് നിൻ്റെ മടി പിടിച്ചോ. ഓരോന്ന് ഇങ്ങനെ എടുക്കുക. തോമ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഞാൻ കൊണ്ട് മുക്കിയട്ടെ. നല്ല ക്രിസ്പി ആട്ടോ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര ഇത് ഉണ്ടാകത്തില്ല. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത്. അങ്ങനെയുണ്ട് ചെറുമി പിന്നെ ഒന്നും പറയണ്ട. അപ്പോൾ നമ്മൾ പൊല്ലൂർ ഫെസ്റ്റിന് പോയപ്പം നമ്മളിത് വാങ്ങിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇത്രയൊരു ക്വാണ്ടിറ്റി കൊണ്ട് 50 രൂപ റേറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പിള്ളേർക്കെല്ലാം ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ആ കറിവേപ്പിലയും ആ പച്ചമുളക് ഇട്ടതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ അറിയാണ്ട്. അപ്പോൾ നല്ല തക്കാളി സോസിനകത്ത് ഇങ്ങനെ മുക്കി
ഉം. മഴയത്തൊരു കട്ടൻ ചായയൊക്കെ ഇട്ട് ഇതിങ്ങനെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേക ഒരു വൈബാ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.